ഭീകരവാദത്തിന് പ്രോത്സാഹനം നൽകുന്ന പാകിസ്ഥാന് കനത്ത തിരിച്ചടി നൽകാൻ ഒരുങ്ങുകയാണ് ഇന്ത്യ. സിന്ധു നദീജല കരാർ മരവിപ്പിച്ചതിനു പിന്നാലെ നദികൾക്കുമേലുള്ള നിയന്ത്രണം കടുപ്പിക്കാനായി കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ തുടങ്ങാനാണ് ഇന്ത്യ ഒരുങ്ങുന്നത്. ഇത് ജലയുദ്ധമാണെന്ന് ആരോപിച്ച് പാകിസ്ഥാൻ രംഗത്ത് വന്നെങ്കിലും അതൊന്നും വകവയ്ക്കാതെ മുന്നോട്ടു പോകാനാണ് ഇന്ത്യയുടെ നീക്കം. ശക്തമായി തന്നെ പ്രതികരിക്കാനാണ് ഇന്ത്യ ഒരുങ്ങുന്നത്. 12 ജിഗാവാട്ട് ജലവൈദ്യുതി ഉൽപ്പാദനത്തിനാവശ്യമായ പദ്ധതികൾക്ക് സാധ്യതാ പഠനം നടത്താൻ കേന്ദ്ര ജലശക്തി മന്ത്രാലയം നാഷണൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ കോർപ്പറേഷനോട് നിർദ്ദേശിച്ചതാണ് ഇക്കാര്യം. അതിനിടെ ചെനാബ് നദിയിലെ സലാൽ ഡാമിൽ നിന്നുള്ള ജലമൊഴുക്കും ഇന്ത്യ നിയന്ത്രിച്ചിട്ടുണ്ട്. ബഗ്ലിഹാർ ഡാമിൽ നിന്നുള്ള ഒഴുക്ക് നേരത്തെ തന്നെ നിയന്ത്രിച്ചിരുന്നു. കൂടുതൽ ഡാമുകളിൽ നിന്ന് ജലമൊഴുക്ക് തടയുന്നത് പരിശോധിക്കാൻ 50-ലധികം സാങ്കേതിക വിദഗ്ധരെയും ഇന്ത്യ നിയോഗിച്ചിട്ടുണ്ട്. ഇവരെ ഇന്ത്യ കശ്മീരിലേക്ക് അയച്ചിട്ടുണ്ട്. പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് പാകിസ്ഥാനെതിരെ ഇന്ത്യ പ്രഖ്യാപിച്ച ഉപരോധ നടപടികളുടെ ഭാഗമായിട്ടാണ് സിന്ധു നദീജല കരാർ മരവിപ്പിച്ചത്. ജലവൈദ്യുതി പദ്ധതികൾ തുടങ്ങാൻ നേരത്തെ ഇന്ത്യ നീങ്ങിയെങ്കിലും നദീജല കരാർ വ്യവസ്ഥകൾ ഉയർത്തി പാകിസ്ഥാൻ എതിർപ്പുന്നയിച്ചതോടെ പണി നിർത്തിവെക്കുകയായിരുന്നു. കരാർ മരവിപ്പിച്ചതോടെ കഴിഞ്ഞയാഴ്ച ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗം പദ്ധതികൾ പുനരുജ്ജീവിപ്പിക്കാൻ നിർദ്ദേശിച്ചു. സാവൽകോട്ട 1956 മെഗാവാട്ട്, പകാൽധുൽ 1000, റാഡ്സൽ 850, ബർസർ 800, കിരു 624, കിർത്തായ് 1-2 1320 മെഗാവാട്ട് എന്നിവയുൾപ്പെടെ വിവിധ പദ്ധതികളാണ് പാതിവഴിക്ക് നിലച്ചത്. ഇവ പുനരുജ്ജീവിപ്പിച്ച് പൂർണ്ണമായും ദേശീയ ഗ്രിഡിനോട് ബന്ധിപ്പിക്കാനാകുമെന്ന് അധികൃതർ ചൂണ്ടിക്കാണിച്ചു. ഇതിനു പുറമെയാണ് പുതിയ പദ്ധതികൾക്കുള്ള സാധ്യതാ പഠനം നടത്തുന്നത്. കാലാവസ്ഥാ വ്യതിയാനം, ശുദ്ധജല പ്രവാഹത്തിലെ കുറവ് എന്നിവ കാരണം സിന്ധു നദീതടം ചുരുങ്ങുകയാണെന്ന് അമേരിക്ക ആസ്ഥാനമായുള്ള സെന്റർ ഫോർ സ്ട്രാറ്റജിക് ആൻഡ് ഇന്റർനാഷണൽ സ്റ്റഡീസിന്റെ പഠനം ഈയിടെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇതടക്കം പറഞ്ഞാണ് നദീതടത്തിൽ ഇന്ത്യ പുതിയ ജലപദ്ധതികൾക്കായി നടത്തുന്ന നീക്കങ്ങളെ പാകിസ്ഥാൻ എതിർത്തിരുന്നത്. എന്തായാലും ലോകത്തിലെ തന്നെ ഏറ്റവും വിജയകരമായ ജലപങ്കിടൽ കരാറുകളിലൊന്നാണ് സിന്ധു നദീജല കരാർ. 1960 സെപ്റ്റംബർ 19-നാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഈ കരാർ ഒപ്പുവെച്ചത്. ലോകബാങ്കിന്റെ മധ്യസ്ഥതയിലാണ് ഈ ഉടമ്പടി തയ്യാറാക്കിയത്. സിന്ധു നദീ സംവിധാനത്തിലെ 6 നദികളിലെ വെള്ളം ഇന്ത്യക്കും പാകിസ്ഥാനും വിഭജിച്ച് നൽകുന്നതാണ് ഈ കരാർ. 9 വർഷം നീണ്ട ചർച്ചകൾക്ക് ശേഷം ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി നെഹ്റുവും പാകിസ്ഥാൻ പ്രസിഡന്റ് അയൂബ് ഖാനുമാണ് കരാറിൽ ഒപ്പുവെച്ചത്. ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ ചൊവ്വാഴ്ചയുണ്ടായ ഭീകരാക്രമണത്തിന് പിന്നാലെയായിരുന്നു ഇത്തരത്തിൽ കരാർ മരവിപ്പിക്കാൻ കേന്ദ്ര ക്യാബിനറ്റ് കമ്മിറ്റി ഓഫ് സെക്യൂരിറ്റി തീരുമാനമെടുത്തത്. എന്തായാലും പാകിസ്ഥാനെതിരെ തിരിച്ചടി ശക്തമാക്കിയിരിക്കുകയാണ് ഇന്ത്യ. ചെനാബ് നദിയിലെ സലാൽ അണക്കെട്ടിന്റെ എല്ലാ ഷട്ടറുകളും താഴ്ത്തിയിട്ടുണ്ട്. ബഗ്ലിഹാർ ഡാമിൽ നിന്നുള്ള ഒഴുക്ക് നേരത്തെ തന്നെ കുറച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് കൂടുതൽ നടപടികൾ. കൂടുതൽ ഡാമുകളിൽ നിന്ന് ജലമൊഴുക്ക് തടയുന്നത് പരിശോധിക്കാൻ 50-ലധികം വിദഗ്ധരെയും ഇന്ത്യ കശ്മീരിലേക്ക് അയച്ചിട്ടുണ്ട്. ജലവൈദ്യുതി പദ്ധതികളും തടയണകളും നിർമ്മിക്കുന്നത് ആലോചിക്കാനാണ് വിദഗ്ധരെ അയച്ചത്. പാകിസ്ഥാനിലേക്കുള്ള ജലമൊഴുക്കിൽ കൂടുതൽ നിയന്ത്രണം നടത്താനാണ് ഇന്ത്യയുടെ തീരുമാനം. 20% കുറവെങ്കിലും ഈ സീസണിൽ പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന ജലത്തിലുണ്ടാകും. ഇത് വലിയ രീതിയിൽ പാകിസ്ഥാന് തിരിച്ചടി തന്നെയാണ്.